ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ കലാശ പോരാട്ടം ഇന്ന്. ഇതാദ്യമായാണ് ഏഷ്യാകപ്പ് ഫൈനലിൽ ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത്. രാത്രി 8 മണിക്ക് ദുബായിലാണ് മത്സരം. മത്സരത്തിന് മുന്നോടിയായുള്ള ഫോട്ടോഷൂട്ടിൽ നിന്ന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പിന്മാറി. കളത്തിലെയും പുറത്തെയും ഏറ്റുമുട്ടൽ, ഹസ്തദാന വിവാദം, ബഹിഷ്കരണ ഭീഷണി, താരങ്ങൾക്ക് പിഴ ശിക്ഷയും താക്കീതും. സംഭവബഹുലമാണ് ഈ ഏഷ്യാകപ്പിലെ ഇന്ത്യ പാക് പോരാട്ടങ്ങൾ. ഫൈനലിലും വീറും വാശിയുമേറുമെന്ന ഉറപ്പ്. 6-6 ജയിച്ചാണ് ഇന്ത്യ ഫൈനലിന് ഇറങ്ങുന്നത്. എന്നാൽ അവസാനം കളിച്ചപ്പോൾ ബംഗ്ലാദേശിനെതിരെയും പിന്നീട് ശ്രീലങ്കയ്ക്കെതിരെയും അനായാസമായിരുന്നില്ല ജയം. ഓപ്പണർ അഭിഷേക് ശർമ്മയാണ് നട്ടെല്ല്. ഗിൽ ഫോം കണ്ടെത്താൻ വിഷമിക്കുന്നു. സൂര്യയും ഹാർദിക്കുമെല്ലാം നിരാശപ്പെടുത്തുകയാണ്. ബൌളിംഗിൽ ബുംറയ്ക്കും അപകടം വിതയ്ക്കാനാകുന്നില്ല. മറുവശത്ത് ഓരോ മത്സരം കഴിയുമ്പോഴും പാകിസ്ഥാൻ മെച്ചപ്പെടുന്നുണ്ട്. പേസർ ഷഹീൻ അഫ്രീദി ഫോമിലെത്തിയത് പാകിസ്ഥാന് പ്രതീക്ഷ നൽകുന്നു. ഈ ഏഷ്യാകപ്പിൽ കളത്തിലും കണക്കിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ. 1984 ആദ്യ ഏഷ്യാകപ്പിലും 2023 നടന്ന അവസാന എഡിഷനിലും ഇന്ത്യ തന്നെ ചാമ്പ്യന്മാർ. ആകെ 8 തവണ കപ്പിൽ മുത്തമിട്ടു. മറുവശത്ത് പാകിസ്ഥാന് നേടാനായത് 2 കിരീടം മാത്രം. ഈ ടൂർണമെന്റിൽ തന്നെ 2 തവണ ഇന്ത്യയോട് തോറ്റതിന്റെ സമ്മർദ്ദവും അതിജീവിക്കണം പാകിസ്ഥാന്. എങ്കിലും ബഹുരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഇന്ത്യയുമായി ആകെ കളിച്ച 5 ഫൈനലുകളിൽ 3 നേടാനായത് പാകിസ്ഥാനാണ്. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.